ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റിയ ഏറ്റവും ശക്തമായിട്ടുള്ള വഴി ഏതാണെന്നറിയാവോ? എനിക്ക് തോന്നുന്നു അവനെ ഒറ്റപ്പെടുത്തുക. ഈ ആനിമൽ പ്ലാനറ്റ് പോലുള്ള ചാനലുകളൊക്കെ കാണുമ്പോൾ മാംസഭുക്കുകളായ ജീവികൾ കൂട്ടമായി നടക്കുന്ന മൃഗങ്ങളിലൊന്നിനെ ഓടിച്ചോടിച്ച് ഒറ്റയ്ക്കാക്കി അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് എല്ലാവരുടെയും കാര്യത്തിലും. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി തകർന്നിരിക്കുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. മനുഷ്യൻ നടത്തിയിട്ടുള്ള ഇനിയും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാഹസികതകളും ഒറ്റപ്പെടാതിരിക്കാനുള്ളതാണ്. നമ്മുടെ ഇന്നത്തെ മിക്ക കൂട്ടുകാരും പലതിനും അടിമപ്പെടുന്നതിനും ചില അപക്വമായ രീതിയിൽ വഴിമാറിപ്പോകുന്നതിനുമൊക്കെ കാരണം താൻ ഒറ്റപ്പെടുമോ എന്നുള്ള പേടിയാണെന്ന് തോന്നുന്നു. ശരിയല്ലേ? ഒരു ഭാഗത്ത് ഒറ്റപ്പെടാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ തലകുത്തി നിന്ന് നടത്തുമ്പോൾ മറുഭാഗത്ത് ഒറ്റപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം നോക്കാം. പണ്ടൊക്കെ ക്ലാസ്സിൽ നന്നായി പഠിക്കാത്തവരും പരീക്ഷയിൽ തോൽക്കുന്നവരും ഒക്കെയാണ് ഒറ്റപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ചിലരെങ്കിലും ജയിച്ചതിൻ്റെ പേരിൽ ഒറ്റപ്പെടുന്നുണ്ട്. ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ കൂടെയുള്ളവരൊക്കെ പൊട്ടി, ഒരാൾ മാത്രം ജയിച്ചു, അതും ഫുൾ മാർക്കോടെ. അന്ന് തൊട്ട് അവനെ പഠിപ്പിയെന്ന് മുദ്രകുത്തി ബാക്കിയുള്ളവർ ഒറ്റപ്പെടുത്തി. ജയിച്ചിട്ടും തോൽക്കുന്ന ഒത്തിരി ഒറ്റപ്പെട്ടു പോയവർ ഇന്നുമുണ്ട്. അങ്ങനെ ഒറ്റപ്പെടാതിരിക്കാൻ ചിലപ്പോൾ മനഃപൂർവ്വം തോറ്റെന്നും വരും. തോറ്റതായി കാണുന്ന ചില ജീവിതങ്ങൾ അങ്ങനെയൊക്കെയാണെന്ന് കൂടി നമുക്ക് ചിന്തിക്കാം. ബൈബിളിൽ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ മനോഹരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. സഹോദരനെ കൊന്നതിനുള്ള ശിക്ഷയായിട്ട് എല്ലാം കായേനെതിരായിത്തീരുന്നു. പണിയെടുക്കുന്ന മണ്ണ് പോലും അവനെ പൊള്ളിക്കുകയാണ്. അങ്ങനെ 100% ഒറ്റപ്പെട്ടു പോയ അവന് രക്ഷയുടെ അടയാളമായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എത്ര മനോഹരമായിട്ടുള്ള അനുഭവമായിരിക്കും അല്ലേ? ഒരിക്കലും തെറ്റുകളെ ന്യായീകരിക്കാനല്ല, മറിച്ച് ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തിയാൽ ഈ ഭൂമിയിലെ ഒട്ടുമിക്ക കുറ്റകൃത്യങ്ങളും അകറ്റാമെന്ന് ബൈബിളും നമ്മുടെ ചങ്കൻ്റെ ജീവിതവും സാക്ഷിയാണെന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടവരാണ് നമ്മൾ. ഈ ലോകത്തിൽ ആരും അനുഭവിക്കാത്തത്ര വേദന അന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. എങ്കിൽ ഇനിയൊരിക്കലും ആരും അങ്ങനെ ഒറ്റപ്പെടരുത് എന്ന് നമുക്ക് ശഠിച്ചാലോ? ഒറ്റപ്പെട്ടു പോകുന്നെന്ന് തോന്നുന്നവരെ ജസ്റ്റ് ഒന്ന് കൈക്കൊള്ളിൽ ചേർത്ത് പിടിച്ചാൽ നമുക്ക് ലോകത്തെ കുറച്ചൊക്കെ നന്നാക്കാം. ആരും ഒറ്റപ്പെട്ടു പോകാതിരിക്കാനാണ് നമ്മുടെ ചങ്കൻ 2-3 പേരുടെ ഇടയിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നത്. ഒറ്റപ്പെടാതിരിക്കാൻ, ഒറ്റപ്പെടുത്താതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.